മുകേഷിനെതിരെ ജാമ്യമില്ലാ വകുപ്പുകളാണ് ചുമത്തിയിരിക്കുന്നത്. ഏതൊക്കെ വകുപ്പുകൾ എന്നതുകൂടി നമുക്ക് പറഞ്ഞു പോകാം. IPC 3761 ബലാത്സംഗം, IPC 354 സ്ത്രീത്വത്തെ അപമാനിക്കൽ ബലപ്രയോഗം, IPC 452 അതിക്രമിച്ചു കടക്കൽ, IPC 509 സ്ത്രീത്വത്തെ അപമാനിക്കുന്ന ആംഗ്യം വാക്പ്രയോഗം. മണിയൻ പിള്ള രാജു, ഇടവേള ബാബു എന്നിവർക്കെതിരെയും ബലാത്സംഗ കുറ്റം ചുമത്തിയിരിക്കുകയാണ്. ലെബി സജീന്ദ്രൻ നൽകും വിവരങ്ങൾ. ലെബി സജീന്ദ്രൻ, ആലുവ സ്വദേശിയായ നടി പരാതിയിൽ ഉറച്ചു നിൽക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് അവർ SITക്ക് മുന്നിൽ കൃത്യമായ തെളിവുകളും കൊടുത്തു എന്നാണ് അല്പസമയം മുൻപ് നമ്മളോട് പറഞ്ഞത്. ഇപ്പോൾ എടുത്തിരിക്കുന്ന കേസിന്റെ വിശദാംശങ്ങൾ എന്തൊക്കെയാണ്? എല്ലാവർക്കുമെതിരെ ജാമ്യമില്ലാ കുറ്റമാണോ ഇപ്പോൾ ചുമത്തിയിരിക്കുന്നത്? എന്തൊക്കെയാണ് വിവരങ്ങൾ? സുജയ, 12 മണിക്കൂറോളമാണ് ആലുവ സ്വദേശിനിയായ യുവതിയെ ഇന്നലെ പ്രത്യേക അന്വേഷണ സംഘം അവരിൽ നിന്ന് മൊഴിയെടുത്തത്. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഏറ്റവും പെട്ടെന്ന് തന്നെ ഇപ്പോൾ നടപടി ഉണ്ടായിരിക്കുന്നത്. ഇവർക്കെതിരെ ഇപ്പോൾ ജയസൂര്യക്കെതിരെ കേസെടുത്തിരിക്കുന്നത് കന്റോൺമെൻറ്റ് പോലീസ് സ്റ്റേഷൻ, മണിയൻപിള്ള രാജുവിനെതിരെ ഫോർട്ട് കൊച്ചി പോലീസ് സ്റ്റേഷൻ, ഒപ്പം M മുകേഷിനെതിരെ മരട് സ്റ്റേഷൻ, നോബിൾ ജേക്കബിനെതിരെ സെൻട്രൽ പോലീസ് സ്റ്റേഷൻ, ഇടവേള ബാബുവിനെതിരെയും സെൻട്രൽ പോലീസ് സ്റ്റേഷൻ തന്നെ, വിച്ചുവിനെതിരെ നെടുമ്പാശ്ശേരി പോലീസ് സ്റ്റേഷൻ, അഡ്വക്കേറ്റ് ചന്ദ്രശേഖരനെതിരെ സെൻട്രൽ പോലീസ് സ്റ്റേഷൻ. ഇതിൽ കേസെടുത്തിരിക്കുന്നത് മുകേഷിനെതിരെ ജാമ്യമില്ലാ വകുപ്പുകളാണ്. IPC 376(1) ബലാത്സംഗം, IPC 354 സ്ത്രീത്വത്തെ അപമാനിക്കൽ ബലപ്രയോഗം, IPC 452 അതിക്രമിച്ചു കടക്കൽ, IPC 509 സ്ത്രീത്വത്തെ അപമാനിക്കുന്ന ആംഗ്യം വാക്പ്രയോഗം. അതുപോലെ തന്നെ ചന്ദ്രശേഖരനെതിരെ ബലാത്സംഗം ഗൂഢാലോചന. മണിയൻപിള്ള രാജുവിനെതിരെ ഫോർട്ട് കൊച്ചി സ്റ്റേഷനിൽ എടുത്തിരിക്കുന്നത് ബലാത്സംഗ കുറ്റത്തിനാണ്. ബലാത്സംഗ വകുപ്പാണ് ചുമത്തിയിരിക്കുന്നത് 376(1). ഇടവേള ബാബുവിനെതിരെയും ബലാത്സംഗ കുറ്റമാണ് ചുമത്തിയിരിക്കുന്നത്. നോർത്ത് സ്റ്റേഷനിലാണ് കേസ് 376(1). നോബിളിനെതിരെ നോർത്ത് പോലീസ് കേസെടുത്തിരിക്കുന്നതും ഇതേ വകുപ്പ് ചുമത്തിയാണ് 376(1). ഏതായാലും സുജയ, പ്രത്യേക അന്വേഷണ സംഘം ഏറ്റവും പെട്ടെന്ന് തന്നെ നടപടിക്രമങ്ങളുമായി മുന്നോട്ട് പോകുന്നു എന്ന് തന്നെ വേണം മനസ്സിലാക്കാൻ. ഇതിൽ നടന്മാരായ മുകേഷ് MLA, ജയസൂര്യ, അതുപോലെ തന്നെ ഇടവേള ബാബു, മണിയൻപിള്ള രാജു എന്നിവരെ അടക്കം 7 പേർക്കെതിരെ FIR ഇട്ടിരിക്കുന്നു എന്ന് പറയുമ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇതാണ്. മുകേഷിനെതിരെ ഇന്നലെ തന്നെ സ്ത്രീ സംഘടനകൾ രംഗത്ത് വന്നിരുന്നു. സമൂഹത്തിൻ്റെ മുഖ്യധാരയിലുള്ള പല മേഖലയിലുള്ള 100 സ്ത്രീകൾ വൈകുന്നേരം രംഗത്ത് വന്നിരുന്നു. പല ഭാഗത്തു നിന്ന് മുകേഷിനെതിരെ രാജി ആവശ്യപ്പെട്ടുകൊണ്ടുള്ള മുറവിളികൾ ഉയർന്നിരുന്നു. ഇതിനിടയിലും രാജി എന്ന ആവശ്യം കണ്ടില്ല എന്ന് നടിച്ച് മുകേഷ് മുന്നോട്ട് പോകുന്നു. മുകേഷ് എവിടെയാണെന്നറിയില്ല. ഈ ഒരു സാഹചര്യത്തിൽ അന്വേഷണ സംഘം ഇന്നലെ രാവിലെ ആരംഭിച്ച മൊഴിയെടുക്കൽ രാത്രി വൈകി വരെ നീണ്ടുനിന്നു. ഇത്രയും അധിക സമയം, വളരെ ദീർഘസമയം മൊഴി രേഖപ്പെടുത്തിയതിനു ശേഷമാണ് ദ്രുതഗതിയിലുള്ള നടപടികൾ ഇന്ന് വന്നിരിക്കുന്നത്. ഇന്ന് വിവിധ സ്റ്റേഷനുകളിലായി ബലാത്സംഗ കുറ്റം ഉൾപ്പെടെ ചുമത്തി ജാമ്യമില്ലാ വകുപ്പുകൾ ചുമത്തിയാണ് ഇവർക്കെതിരെ ഇപ്പോൾ FIR രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. സുജയ, ലെബി സജീന്ദ്രൻ, ഇപ്പോൾ FIR ഇട്ടിരിക്കുന്നു. ഇനി ഇവർ മുൻകൂർ ജാമ്യവുമായി ആരൊക്കെ ഇതിനകം തന്നെ മുന്നോട്ട് നീങ്ങിയിട്ടുണ്ട്? ജാമ്യമില്ലാ കുറ്റമാണ്, അതുകൊണ്ട് തന്നെ ഇവരെ ചോദ്യം ചെയ്യുന്നതടക്കമുള്ള നടപടികളിലേക്ക് എപ്പോഴായിരിക്കും അന്വേഷണ സംഘം കടക്കുക? അതേക്കുറിച്ച് എന്തെങ്കിലും വിവരങ്ങൾ കൊച്ചിയിൽ നിന്ന് കിട്ടുന്നുണ്ടോ? സുജയ, നമുക്കറിയാൻ സാധിക്കുന്നത് ഏറ്റവും പെട്ടെന്ന് ഇവരെ കസ്റ്റഡിയിലെടുക്കാനുള്ള നീക്കം തന്നെയായിരിക്കും പ്രത്യേക അന്വേഷണ സംഘം നടത്തുന്നത്. കാരണം ഇത്രത്തോളം വിവാദമായ കേസാണ്, ഇത്രത്തോളം വാർത്താ പ്രാധാന്യമുള്ള ഒരു സംഭവമാണ്. അതുകൊണ്ട് തന്നെ ഒരു അലംഭാവവും പ്രത്യേക അന്വേഷണ സംഘത്തിൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടാകാൻ ഇടയില്ല. അതുകൊണ്ട് തന്നെ ഒട്ടും വൈകാതെ ഇവരെ കസ്റ്റഡിയിലെടുക്കാനുള്ള നീക്കത്തിലേക്ക് തന്നെ അന്വേഷണ സംഘം പോകും എന്നുള്ള സൂചനകളാണ് നമുക്ക് കൊച്ചിയിൽ നിന്ന് ലഭിക്കുന്നത്. അങ്ങനെ വന്നിട്ടുണ്ടെങ്കിൽ സ്വാഭാവികമായും സുജയെ ചോദിച്ചതുപോലെ മുൻകൂർ ജാമ്യം തേടി ഇവർ നിയമ നടപടികളുമായി മുന്നോട്ട് പോകാനുള്ള സാധ്യതയുണ്ട്. അത് സംബന്ധിച്ചും അല്പസമയത്തിനകം തന്നെ നമ്മൾക്ക് വ്യക്തത ലഭിക്കും. ഏതായാലും ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത ഇതുതന്നെയാണ്. ഇപ്പോൾ ഇവർക്കെല്ലാവർക്കും, കുറ്റാരോപിതർക്കെതിരെ പ്രത്യേക അന്വേഷണ സംഘം FIR ഇട്ടിരിക്കുന്നു. ബലാത്സംഗ കുറ്റം ചുമത്തിയിരിക്കുന്നു. ജാമ്യമില്ലാ വകുപ്പുകളാണ് ചുമത്തിയിരിക്കുന്നത്. അല്പസമയത്തിനകം തന്നെ ഇത് സംബന്ധിച്ച്, അല്പസമയത്തിനകം എന്നല്ല, ഒട്ടും വൈകാതെ തന്നെ കസ്റ്റഡിയിൽ എടുക്കാനുള്ള നീക്കവുമായി അന്വേഷണ സംഘം മുന്നോട്ട് പോകും എന്ന് തന്നെയാണ് കൊച്ചിയിൽ നിന്ന് അറിയാൻ സാധിക്കുന്നത്. അതുമാത്രമല്ല, ഈ ഒരു സമയത്ത് ഇനി ഇവരെ കസ്റ്റഡിയിൽ എടുക്കുന്നതടക്കമുള്ള നടപടികൾ ഒട്ടും വൈകാനിടയില്ല. കാരണം ഇന്നലെ തന്നെ നമ്മൾ ഓർക്കുക, ഇന്നലെ ഉച്ചയോടെ ആദ്യം ഈ ആലുവ സ്വദേശിനിയായ യുവതിയുടെ മൊഴിയെടുക്കുമെന്നുള്ള സൂചനയാണ് മിനിയാന്ന് വൈകിട്ട് ലഭിച്ചിരുന്നത്. എന്നാൽ ഇന്നലെ രാവിലെ തന്നെ അന്വേഷണ സംഘം നടിയെ അറിയിച്ചിരുന്നതിലും മുൻപ് തന്നെ അവിടെ എത്തുകയും മൊഴി രേഖപ്പെടുത്താൻ ആരംഭിക്കുകയും ചെയ്തു. ദീർഘസമയം 12 മണിക്കൂറോളം നീണ്ട മൊഴിയെടുപ്പാണ് നടന്നത്. ഈ കുറ്റാരോപിതരെക്കുറിച്ച് വളരെ സുവ്യക്തമായ മൊഴി രേഖപ്പെടുത്തൽ, ആ മൊഴി രേഖപ്പെടുത്തലിന് ശേഷം
ശേഷം രാത്രി വൈകി നീണ്ട ആ നടപടിക്രമങ്ങൾക്ക് ശേഷം രാവിലെ തന്നെ എഫ്ഐആർ ഇട്ടിരിക്കുന്നു. അതിന്റെ അടുത്ത നടപടിക്രമങ്ങളുമായി കൂടുതൽ വിവരങ്ങൾ ശേഖരിക്കുക. ഇവരൊക്കെ ഇപ്പോൾ എവിടെയാണുള്ളത്? ഇവരെ കസ്റ്റഡിയിൽ എടുക്കാനുള്ള നീക്കങ്ങൾ ഉണ്ടാകുന്നുണ്ടോ? ജയസൂര്യ വിദേശത്ത് നിന്ന് തിരിച്ച് നാട്ടിലേക്ക് എത്തുമോ? തുടങ്ങിയ വിവിധ കാര്യങ്ങൾ അറിയേണ്ടിയിരിക്കുന്നു. എം മുകേഷ് MLA-ക്കെതിരെ ജാമ്യമില്ലാ വകുപ്പുകളാണ് ചുമത്തിയിരിക്കുന്നത്. IPC 3761, 354, 452, 509 എന്നീ വകുപ്പുകളാണ് എം മുകേഷ് MLA-ക്കെതിരെ ചുമത്തിയിരിക്കുന്നത്.